ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡാക്സ് 100 ചലഞ്ചിൻ്റെ വീഡിയോ 1 റിലീസ് ചെയ്യുകയാണ്. സോ ദിസ് ഈസ് അവർ ഡാഷ്ബോർഡ്. ദിസ് എ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് അനാലിസിസ് ഡാഷ്ബോർഡാണ്. സോ ഇവിടെ നമ്മൾ ഈ ഡാഷ്ബോർഡിലേക്കുള്ള ഡാറ്റ എടുത്തിട്ടുള്ളത് ഈ ഫാക്ട് സെയിൽസ് എന്നുള്ള ഈ ഒരു സെയിൽസ് ട്രാൻസാക്ഷൻ ടേബിളിനകത്തു നിന്നാണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട കുറേ മാസ്റ്റർ ഡാറ്റകളുണ്ട്, ലൈക്ക് സെയിൽസ്മാൻ ഡാറ്റ, അതുപോലെ പ്രൊഡക്റ്റ് ഡാറ്റ, കസ്റ്റമർ ഡാറ്റ. അതെല്ലാം നമ്മൾ സെപ്പറേറ്റ് ഡയമെൻഷൻ ടേബിളിനകത്ത് തന്നെയാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ ട്രാൻസാക്ഷൻസ് എല്ലാം കീപ്പ് ചെയ്യുന്നത്, അതായത് സെയിൽസ് റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഫാക്ട് സെയിൽസ് ഡാറ്റ എന്നുള്ള ഈ ഒരു ടേബിളിനകത്താണ്. സോ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ഈ ഒരു ഡാഷ്ബോർഡിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് KPI വാല്യൂസ് ആയിട്ട് നമുക്ക് ടോട്ടൽ റവന്യൂ, അതുപോലെ ടോട്ടൽ കോസ്റ്റ്, ടോട്ടൽ പ്രോഫിറ്റ്, അങ്ങനെ നമുക്ക് ടോട്ടൽ വ്യൂ, അങ്ങനെ ഒരുപാട് ടോട്ടൽ ആയിട്ടുള്ള വാല്യൂസ് നമുക്കിവിടെ കാണാൻ പറ്റും. സോ നമ്മളിന്ന് പറയാൻ പോകുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് സം ഫംഗ്ഷൻ ഇൻ പവർ BI. നമ്മൾ കോമൺ ആയിട്ട് എക്സലിനകത്തും അതുപോലെ തന്നെ SQLനകത്തും പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തൊക്കെ നമ്മൾ കോമണായി യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് സം ഫംഗ്ഷൻ. സോ വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സം ഫംഗ്ഷൻ ഇൻ പവർ BI? ഒക്കെ നമുക്കറിയാം, ആ ഫംഗ്ഷൻ്റെ പേര് കേൾക്കുന്ന പോലെ തന്നെ നമുക്കറിയാം, ഏതൊരു ന്യൂമറിക്കൽ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാലും ദാറ്റ് മേ ബി ആൻ എമൗണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ന്യൂമറിക്കൽ ഡാറ്റ നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു കോളത്തിൻ്റെ ടോട്ടൽ സമ്മ് കാണാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സമ്മ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ വരുന്ന റിക്വയർമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ സി, നമുക്കിവിടെ ഈ ടോട്ടൽ റവന്യൂ എന്നുള്ള കോളം, അതായത് സെയിൽസ് എമൗണ്ട് എന്നുള്ള കോളം നമ്മൾ ഓൾറെഡി 1 കോളത്തിനകത്ത് കീപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ കോസ്റ്റ് പ്രൈസ് എന്നുള്ള ഈ ഒരു വാല്യൂ സെയിൽസിനെ ബേസ് ചെയ്തിട്ടുള്ള 1/1 ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഡാറ്റ സെറ്റിനകത്ത് സേവ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളൊരു സെയിൽസ് ഡാറ്റയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ നിങ്ങളെ യൂസറിന് മസ്റ്റായിട്ട് നിങ്ങൾക്ക് വാട്ട് ഈസ് എ ടോട്ടൽ സെയിൽസ് എമൗണ്ട്, അതുപോലെ തന്നെ വാട്ട് ഈസ് എ ടോട്ടൽ കോസ്റ്റ് പ്രൈസ്, ഇത്തരം KPI വാല്യൂസ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ടാവും, ഷോ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും. സോ നമുക്ക് എങ്ങനെയാണ് ആ ഒരു ടോട്ടൽ വാല്യൂ അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട്, സെയിൽസ് എമൗണ്ട് അല്ലെങ്കിൽ ടോട്ടൽ സെയിൽസ് എമൗണ്ട്, കോസ്റ്റ് എമൗണ്ട്, ഇതൊക്കെ നമുക്ക് സം ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ അതിനായി ഞാൻ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഷീറ്റ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ മെഷർ എന്നുള്ള ഈ ഒരു ഇതിനകത്ത് പോയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഒരു ഫോൾഡറിനകത്ത് പോയിട്ട് ഒരു പുതിയ മെഷർ ക്രിയേറ്റ് ചെയ്യാണ്. സോ ന്യൂ മെഷർ. ഓക്കെ, ഒരു പുതിയ മെഷർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഞാനതിൻ്റെ പേര് എന്ത് ചെയ്യാണ്, നമുക്ക് വേണ്ട ടോട്ടൽ സെയിൽസ് എമൗണ്ട് എന്നുള്ള ഒരു പേരിൽ എന്ത് ചെയ്യാണ്, ഒരു മെഷർ ക്രിയേറ്റ് ചെയ്യാണ്. സോ നമുക്ക് ഈ മെഷറിനകത്ത് നമ്മൾ സേവ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ദ ടോട്ടൽ സെയിൽസ് എമൗണ്ട് ഓഫ് അവർ സെയിൽസ് എമൗണ്ട് USD കോളം. സോ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ടോട്ടൽ നമുക്ക് എപ്പോഴും ഒരു എമൗണ്ടിൻ്റെ സമ്മ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് സം എന്നുള്ള ഫംഗ്ഷനാണ്. സോ ഞാൻ എന്ത് ചെയ്തു, ആ സം എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്തു. ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഹിൻഡ്, ഇതിനകത്തുള്ള ആർഗ്യുമെൻറ്റ്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് കോളം നെയിമാണ്, ഏത് കോളത്തിൻ്റെ സമ്മാണോ നമുക്ക് കാണേണ്ടത് ആ കോളത്തിൻ്റെ പേരാണ്. നമ്മൾ എക്സലിനകത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ അവിടെ സെൽ റെഫറൻസ് ആണ് കൊടുക്കുന്നുണ്ടായിരിക്കുക, പക്ഷേ ഇൻ പവർ BI വി നീഡ് ടു പാസ് ദ കോളം നെയിം. സോ ഞാൻ എന്ത് ചെയ്തു, സെയിൽസ് എമൗണ്ട് എന്നുള്ള ആ ഒരു കോളത്തിൻ്റെ പേര് എന്ത് ചെയ്തു, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് കാണുന്ന ആ സെയിൽസ് എന്നുള്ള വാല്യൂ ടൈപ്പ് ചെയ്തപ്പം സെയിൽസ് എമൗണ്ട് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂ മാത്രം അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു വാല്യൂ നിങ്ങൾക്ക് ആ ഒരു കോളത്തിൻ്റെ പേര് സെലക്ട് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ആ സം ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റ് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു. യു ക്യാൻ സി one measure is created here, total sales amount. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വാല്യൂനെ നിങ്ങൾക്കൊരു കാർഡ് വിഷ്വലിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഷോ ചെയ്യാം. അതായത് യൂസർക്ക് ഷോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു വിഷ്വലിലേക്ക് നമുക്കിത് അസൈൻ ചെയ്ത് കൊടുക്കണം. സോ ഞാൻ എന്ത് ചെയ്യാണ്, ഇനീഷ്യലി ഈ ഒരു കാർഡ് വിഷ്വലിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വാല്യൂ അസൈൻ ചെയ്യുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു, ഇത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മളെ വിഷ്വൽ, അതായത് റിപ്പോർട്ട് വ്യൂയിലേക്ക് എന്ത് ചെയ്തു, ഇത് ആഡ് ആയിട്ടുണ്ടായിരിക്കും. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, അതിലേക്ക് ഞാൻ ഈ ഒരു വാല്യൂനെ ടോട്ടൽ സെയിൽസ് എമൗണ്ട് എന്നുള്ള ഈ മെഷറിനെ ജസ്റ്റ് എന്ത് ചെയ്യണം, നിങ്ങൾ ജസ്റ്റ് കാണാൻ വേണ്ടി ജസ്റ്റ് ഇത് ഫീൽഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ യു ക്യാൻ സി വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ദാറ്റ് സെയിൽസ് എമൗണ്ട് കോളം. സോ ഈ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഈ ഒരു സം ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ്. ആ ഫംഗ്ഷനകത്തേക്ക് നിങ്ങൾ ആ കോളത്തിൻ്റെ വാല്യൂ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വി വിൽ ഗെറ്റ് ദിസ് ടോട്ടൽ എമൗണ്ട് ഓഫ് ദാറ്റ് കോളം. സോ ഇവിടെ വരുന്ന കൺസ്ട്രെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോളം മസ്റ്റായിട്ടും ന്യൂമറിക്കൽ ആയിരിക്കണം, അതായത് ഹോൾ നമ്പറോ അല്ലെങ്കിൽ ഡെസിമൽ വാല്യൂ ആയിരിക്കണം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വാല്യൂ നമുക്ക് കറക്റ്റ് റിട്ടേൺ ചെയ്യില്ല, ദാറ്റ് വിൽ റിട്ടേൺ സം എറർ.
സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് വീഡിയോ. നിങ്ങൾക്ക് എനിക്ക് നമ്മൾ വരുന്ന വീഡിയോയിൽ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാൽക്കുലേറ്റ് ഫംഗ്ഷൻ, അതുപോലെ സം എക്സ് ഫംഗ്ഷൻ, അങ്ങനെ വരുന്ന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ വീഡിയോസ് നമ്മൾ ഇതിനെ കുറിച്ച് ചെയ്യുന്നതായിരിക്കും. അതുപോലെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെനാരിയോ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസും നമ്മൾ ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ കൂടുക. സോ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.